ഇന്നലെയായിരുന്നു മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അർജുന്റെ കുടുംബം ഉന്നയിച്ചത്. വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് പലരും മനാഫിന്റെ യൂട്യൂബ് ചാനലായ ലോറി ഉടമ മനാഫിനെ കുറിച്ച് അറിയുന്നത്. വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 10,000-ലേറെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു യൂട്യൂബ് ചാനലിന് ഉണ്ടായത്. എന്നാൽ വാർത്താ സമ്മേളനത്തിന് ശേഷം സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വൻതോതിലാണ് കുതിച്ചുയർന്നത്. 1,00,000-ലധികം പേരാണ് കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് തന്നെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സായി എത്തിയത്. മറുവശത്ത് അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണവും ഉയർന്നിരുന്നു. അതേസമയം കുടുംബം ഉയർത്തിയ വിമർശനത്തോട് മനാഫ് പ്രതികരിച്ചിരുന്നു. താൻ യൂട്യൂബ് തുടങ്ങിയതിൽ എന്താണ് തെറ്റ് എന്ന് മനാഫ് ചോദിച്ചു. ആരുടെയും തറവാട് സ്വത്തല്ല യൂട്യൂബ്. തന്റെ ചാനലിൽ ഇഷ്ടമുള്ള വീഡിയോ ചെയ്യുമെന്നും അർജുന്റെ പേര് തന്നെ ലോറിക്ക് നൽകുമെന്നും മനാഫ് പ്രതികരിച്ചിരുന്നു. അർജുന്റെ കുടുംബം ഉന്നയിച്ച ഫണ്ട് പിരിവ് അടക്കമുള്ള ആരോപണങ്ങളെ മനാഫ് തള്ളിയിരുന്നു. അർജുനെ കാണാതായതിനു ശേഷം ഗംഗാവലി പുഴയിൽ എത്തിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിലെന്താണ് തെറ്റ്? ആകെ 10,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു ചാനലിന് ഉണ്ടായിരുന്നത്. സബ്സ്ക്രൈബേഴ്സിന് കാര്യം മനസ്സിലാകാൻ വല്ലപ്പോഴും ഒരു ലൈവ് ഇടും. അർജുന്റെ വിഷയങ്ങൾ ജനങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് താൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അത്തരത്തിൽ വീഡിയോ ചെയ്യുവാനും ആ ചാനൽ ഉപയോഗിച്ചു. അർജുന്റെ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ചാനലിലൂടെ ശ്രമിച്ചു. മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു.